എന്തിനാണ് മുതലാളി ഇങ്ങനെ ഡെയിലി ചിക്കൻ കഴിക്കുന്നത്? നിനക്ക് കോൺസ്റ്റിപ്പേഷൻ സ്റ്റാർട്ട് ആയടാ. ഞാൻ എന്താ കിങ്, ഞാൻ വെച്ചെടുത്ത റൂൾസ് എല്ലാരും അത് കേൾക്കണം, മനസ്സിലായോ? ഇതിനേക്കാ ഭേദം കോറിയിൽ പാറ പൊട്ടിക്കാൻ പോവുമായിരുന്നു, അതിന് ഇത്ര ബുദ്ധിമുട്ടില്ല. അയ്യോടാ, ഇപ്പൊ കിടന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല കുട്ടാ. പ്രോപ്പർ ഫൈബേഴ്സും വെജിറ്റബിൾസും ഒന്നും ഇല്ലാതെ ഡെയിലി ചിക്കൻ മാത്രം കഴിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ വെറും തുടക്കം മാത്രം. LDL അവിടെ ആർട്ടറിയിൽ വീട് പണി തുടങ്ങി. അങ്ങനെ ഒന്ന് ബ്ലോക്കിനുള്ള തറക്കല്ലിട്ടു. ഏറെ നാളത്തെ എന്റെ സ്വപ്നമായിരുന്നു. നീ എന്ത് ക്രൂരനാടാ, നമ്മുടെ മുതലാളിയുടെ നെഞ്ചത്ത് തന്നെ നിനക്ക് തറക്കല്ലിടണോ? മുതലാളിയാണത്രേ മുതലാളി. ഡെയിലി എണ്ണയെ പൊരിച്ച ചിക്കനും അടിച്ചു കയറ്റി എക്സസൈസും ചെയ്യാതെ ഇരുന്ന് എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഞാനിപ്പോ ക്രൂരൻ ലേ? ആരടാ അവിടെ എന്റെ ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുത്തുന്നത്? ഞാനാടാ. തലൈവരെ നീങ്കളാ. യു ഗൈസ് ക്യാരി ഓൺ. ഞാൻ ഈ സൈഡിൽ കൂടെ പമ്പ് ചെയ്തോണ്ട്. എവിടെ വെള്ളം, എവിടെ മുതലാളി? ഡെയിലി ചിക്കൻ പ്ലസ് വെള്ളം കൂടി കുറവ്. അന്തസ്. വേഗം വെള്ളം കുടിക്കും മുതലാളി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ മൊയ്തിനെ ഇപ്പൊ ഇവിടെ ചവിട്ടി പുറത്താക്കും. അല്ലെങ്കിൽ വേട്ടാവളി ഇവിടെ കിടന്ന് കൂടി കൂടി ജോയിൻസ് എല്ലാം ക്രിസ്റ്റൽ ഫോം ആക്കി ഗൗട്ടാവും. അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ തന്നെ എന്താ രസം. അവൻ ഇന്നലെ കഴിച്ച ചിക്കൻ ശരിക്കും കുക്കായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ കിടന്നൊന്ന് പൂണ്ട് വിളയാടണം. വയറുവേദനയും ഛർദി ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അത് കണ്ടവൻ പകച്ചു നിൽക്കുമ്പോ ആ വയറിളക്കത്തെ കൂടെ ഞാൻ ഇറക്കി വിടും. അരെ വാ, യു ആർ ഗ്രേറ്റ്. ഡെയിലി ഒരു അളവിലൊക്കെ ചിക്കൻ കഴിക്കുന്നത് ഓക്കെയാണ്. അത് നമ്മുടെ മസിൽസ് ബോൺസ് എല്ലാം സ്ട്രോങ് ആക്കാനും എനർജി പ്രൊവൈഡ് ചെയ്യാനൊക്കെ സഹായിക്കും. പക്ഷെ അത് പ്രോപ്പറായി ബാലൻസ് ചെയ്ത് കൊണ്ടുകൂടെ വേണം. പ്രോപ്പർ ആയിട്ടുള്ള വെള്ളം കൂടി, എക്സസൈസ്, ഫൈബേഴ്സ്, വെജിറ്റബിൾസ് ആൻഡ് അതർ പ്രോട്ടീൻസ് ടു ക്യാൻ ബാലൻസ് തിങ്സ്. ടൈമായി. അറബിക്കടൽ ഇളകി വരുന്നേ. ഇതാണ് ഞാൻ സ്വപ്നം കണ്ട എന്റെ കിനാശേരി. വാവ്.